ഭൂമിയിലും ആകാശത്തും കടലിലും വമ്പൻ ശക്തികൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന ചില നിർണായക വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇൻഡോ പസഫിക്കിൽ ചൈനയെ പൂട്ടാൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ക്വാഡ് സഖ്യം പുതിയ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അമേരിക്കയിലെ ട്രംപ് ഇഫക്റ്റ് കാരണം പേടിച്ച് ഐസ്ലൻഡ് ഇയുവിലേക്ക് ഓടിക്കയറാൻ നോക്കുകയാണ്. ഇതിനിടയിലാണ് വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നതിന്റെ വിവരങ്ങൾ വരുന്നത്. തകർന്ന ഗ്യാസയെ രക്ഷിക്കാൻ ട്രംപ് തുടങ്ങിയ ഫണ്ടിൽ സീറോ ബാലൻസ് ആണ് എന്ന വമ്പൻ വിവാദവും ഉയരുന്നുണ്ട്. എന്നാൽ ഭൂമിയിലെ ഈ തല്ലിനിടയിലും ചന്ദ്രനെ പിടിക്കാൻ നാസയും ചൈനയും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പേസ് വാർ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ പ്രധാന സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വെൽക്കം ടു ലൂക്ക. ഇൻഡോ പസഫിക് കടൽ ഇനി ആര് ഭരിക്കും? ചൈനയുടെ ഒരു കള്ളക്കളിയും ഇനി കടലിൽ നടക്കില്ലേ? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ഈ 4 വൻശക്തികൾ ചേർന്ന കൂട്ടായ്മയായ ക്വാഡ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ചൈനയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെ, ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വെച്ച് നടന്ന 11ാമത് ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഒരു മീറ്റിംഗ് ആയിരുന്നില്ല. ചൈനയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കടലിലെ അവരുടെ മേധാവിത്വം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ചിട്ടുള്ള വമ്പൻ പ്ലാനുകളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. ചൈന ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. എന്താണ് ഈ മീറ്റിംഗിൽ സംഭവിച്ചത്? ചൈനയെ പൂട്ടാൻ എന്തൊക്കെ പുതിയ ആയുധങ്ങളാണ് ക്വാഡ് പുറത്തെടുത്തിരിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ കാര്യം പറയാം. ലോകത്തെ ആകെ കടൽ വ്യാപാരത്തിന്റെ 60% നടക്കുന്നത് ഈ ഇൻഡോ പസഫിക് മേഖലയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് നിയന്ത്രിക്കുന്നു എന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. ഇവിടെയാണ് ചൈന തങ്ങളുടെ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത്. ഈ മീറ്റിംഗിൽ ക്വാഡ് രാജ്യങ്ങൾ സൗത്ത് ചൈന കടലിലും ഈസ്റ്റ് ചൈന കടലിലും ചൈന നടത്തുന്ന ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങളെയും അതുപോലെ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ ഭീഷണിപ്പെടുത്തുന്നതിനെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. ചൈനയുടെ മിലിറ്ററൈസേഷൻ അതുപോലെ കോഴ്സീവ് ആക്ഷൻസും കാരണം ലോകത്തെ എനർജി, ഫെർട്ടിലൈസർ സപ്ലൈ ചെയിൻ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനൊരു അന്ത്യം കുറിക്കാനാണ് ക്വാഡ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. ഈ യോഗത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണ് എന്നറിയാമോ? അതാണ് IPMSC അഥവാ ഇൻഡോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ. നമ്മുടെ വിദേശകാര്യ അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടാൽ നമുക്ക് കാര്യം മനസ്സിലാകും. കടലിൽ ഇപ്പോൾ ഒരുപാട് ഗ്രേ ഷിപ്സും ഡാർക്ക് ഷിപ്സും കറങ്ങി നടക്കുന്നുണ്ട്. അതായത് മിലിറ്ററി വേഷമില്ലാതെ വരുന്ന ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഒളിച്ചു കടത്തലിനായിട്ട് തങ്ങളുടെ ട്രാക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ചെയ്തു വരുന്ന കള്ളക്കപ്പലുകളും. ഇത്തരം കപ്പലുകളെ പിടികൂടാൻ പല ചെറിയ ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കും വലിയ ടെക്നോളജി ഇല്ല. അതിനൊരു പരിഹാരമായിട്ട് ക്വാഡ് ഇപ്പോൾ ഈ ഒരു പുതിയ സർവൈലൻസ് പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. സാറ്റലൈറ്റ് വിവരങ്ങൾ വഴി റിയൽ ടൈം വിവരങ്ങൾ ശേഖരിച്ച് ഈ കള്ളക്കപ്പലുകളെയും അതുപോലെ അനധികൃതമായിട്ടുള്ള മീൻപിടുത്ത കപ്പലുകളെയും പൊക്കും. ഇതിന്റെ ആദ്യ ഘട്ടം നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞത് ഈ വർഷത്തെ മലബാർ നാവിക അഭ്യാസത്തിലും ഇതിന്റെ കോർഡിനേഷൻ ഉണ്ടാകും എന്നാണ്. ഇതിനൊപ്പമാണ് മറ്റൊരു സർപ്രൈസ് മൂവ് ഉള്ളത്. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ ഫിജിയിൽ വമ്പൻ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാൻ ക്വാഡ് തീരുമാനിച്ചു. ക്വാഡ് പോർട്സ് ഓഫ് ദി ഫ്യൂച്ചർ പാർട്ട്ണർഷിപ്പ് എന്ന പദ്ധതിയുടെ പൈലറ്റ് പ്രോജക്റ്റാണിത്. ചൈന പസഫിക് രാജ്യങ്ങളെ കടക്കെണിയിലാക്കി അവിടുത്തെ തുറമുഖങ്ങൾ പിടിച്ചെടുക്കുന്ന തന്ത്രത്തിനുള്ള കൃത്യമായ മറുപടിയാണിത്. ഇത് കേട്ടതോടെ ചൈനയ്ക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ബെയ്ജിംഗിലെ ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് ഉടൻ തന്നെ പ്രസ്താവന ഇറക്കി. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം സമാധാനത്തിന് വേണ്ടിയാകണം, അല്ലാതെ മൂന്നാമതൊരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കരുത് എന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യ തക്കതായ മറുപടി കൊടുത്തു. ഇന്ത്യ വ്യക്തമാക്കി, ക്വാഡ് ഒരു സൈനിക സഖ്യമല്ല, ഇത് ഒരു രാജ്യത്തിനും എതിരല്ല, മറിച്ച് ഈ മേഖലയിലെ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള പ്രായോഗിക പദ്ധതികളാണ്. കടൽ സുരക്ഷ മാത്രമല്ല, നമ്മുടെ ഒക്കെ പോക്കറ്റിനെയും മൊബൈൽ ഫോണിന്റെ വിലയെയും വരെ ബാധിക്കുന്ന ഒരു വമ്പൻ പ്രഖ്യാപനവും ഈ മീറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ക്വാഡ് ക്രിട്ടിക്കൽ മിനറൽസ് ഇനിഷ്യേറ്റീവ് ഫ്രെയിംവർക്ക്. നിങ്ങൾ ഒരുപക്ഷെ ആലോചിക്കുന്നുണ്ടാകും, എന്താണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ്, അതുപോലെ ലാപ്ടോപ്പുകൾ, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററികൾ എന്നിവ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട് ലിഥിയം, കൊബാൾട്ട്, റെയർ എർത്ത് എലമെന്റ്സ് എന്നിവയാണിവ. നിലവിൽ ഈ വിപണിയുടെ 70%-ലധികവും ചൈനയുടെ കൈപ്പിടിയിലാണ്. വിപണിയിൽ തങ്ങളുടെ കുത്തക നിലനിർത്താൻ ചൈന പലപ്പോഴും ഇവയുടെ കയറ്റുമതി തടയാറുമുണ്ട്. ചൈനയുടെ ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇനി നടക്കില്ല.
ഈ കുത്തക തകർക്കാനാണ് അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങളും ചേർന്ന് പുതിയ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിർണായക ധാതുക്കളുടെ ഖനനത്തിലും സപ്ലൈ ചെയിനിലും ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിക്ഷേപം നടത്തും. ചൈനയെ ആശ്രയിക്കാതെ തന്നെ ലോകത്തിന് ഈ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അതുപോലെ ഗ്ലോബൽ എനർജി മാർക്കറ്റിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ക്വാഡ് ഇനിഷ്യേറ്റീവ് ഓൺ ഇൻഡോ പസഫിക് എനർജി സെക്യൂരിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ലീൻ എനർജിയിലേക്കുള്ള മാറ്റത്തിന് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും എനർജി സെക്ടറിൽ വമ്പൻ സഹകരണത്തിന് തയ്യാറാണ് എന്നും അമേരിക്കൻ പ്രതിനിധികൾ ഡൽഹിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 5G, 6G ടെക്നോളജികൾ, AI, അതുപോലെ സുരക്ഷിതമായ അണ്ടർസീ ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവയിലും പുതിയ പാർട്ട്ണർഷിപ്പുകൾ വരുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഭീകരവാദത്തിനെതിരെ ക്വാഡ് എടുത്ത ശക്തമായ നിലപാടാണ്. അടുത്തിടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ യോഗം ശക്തമായി അപലപിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിച്ചു. ചുരുക്കം പറഞ്ഞാൽ വെറും വാക്കുകളിൽ ഒതുങ്ങാതെ ചൈനയുടെ ഓരോ നീക്കത്തെയും കൃത്യമായി പ്രതിരോധിക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ പ്രോജക്റ്റുകളുമായിട്ടാണ് ഇത്തവണ ക്വാഡ് മീറ്റിംഗ് അവസാനിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ക്വാഡ് ലീഡേഴ്സ് സമ്മിറ്റിന് മുന്നോടിയായുള്ള ഒരു ശക്തമായ അടിത്തറയാണ് ഡൽഹിയിൽ പാകിയിരിക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി തന്നെ നമുക്ക് ഇതിനെ കാണാം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിൽ വന്നതോടെ ലോക രാഷ്ട്രീയം മൊത്തത്തിലൊന്ന് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വടക്കേ അറ്റത്തുള്ള ഒരു കുഞ്ഞു മഞ്ഞ രാജ്യത്തെക്കുറിച്ചാണ്, ഐസ്ലൻഡ്. വർഷങ്ങളായിട്ട് യൂറോപ്യൻ യൂണിയനിൽ ചേരില്ല എന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഐസ്ലൻഡ് ഇപ്പോൾ പെട്ടെന്ന് തങ്ങളുടെ തീരുമാനം മാറ്റി EUവിലേക്ക് ചേക്കേറാൻ വമ്പൻ ഒരുക്കങ്ങൾ നടത്തുകയാണ്. വരാൻ പോകുന്ന ഓഗസ്റ്റ് 29-ന് ഇതിനായിട്ട് രാജ്യത്ത് ഒരു വമ്പൻ റെഫറൻഡം, അതായത് പൊതുജന വോട്ടെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റ്യൻ. പതിറ്റാണ്ടുകളായി തങ്ങൾ വേണ്ടെന്ന് വെച്ച ഒരു സഖ്യത്തിലേക്ക് ഐസ്ലൻഡ് ഇപ്പോൾ എന്തിനാണ് ഓടിയെത്തുന്നത്? ഇതിന് പിന്നിലെ ഡൊണാൾഡ് ട്രംപ് ഇംപാക്ട് എന്താണ്? അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ യൂറോപ്യൻ യൂണിയൻ, EU എന്നാൽ ശരിക്കും എന്താണ് എന്ന് നോക്കാം. പലർക്കും കേട്ടുകേൾവി ഉണ്ടാകും, എങ്കിലും കൃത്യമായി അറിയാത്തവർക്കായിട്ട് പറയാം. യൂറോപ്പിലെ 27 രാജ്യങ്ങൾ ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സഖ്യമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത്. 1957-ലെ ട്രീറ്റി ഓഫ് റോം വഴിയാണ് ഇതിന്റെ ആദ്യ രൂപം ഉണ്ടാകുന്നത്. പിന്നീട് 1993-ലെ മാസ്ട്രിക്റ്റ് ട്രീറ്റി വഴിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഔദ്യോഗിക യൂറോപ്യൻ യൂണിയൻ രൂപീകൃതമാകുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നിലവിൽ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങി 27 വൻ ശക്തി രാജ്യങ്ങൾ ഇതിലുണ്ട്. ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഓർമ്മ കാണും, കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടൻ ഇതിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇതിനെയാണ് നമ്മൾ ബ്രെക്സിറ്റ് എന്ന് വിളിച്ചത്. ഈ യൂണിയന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ഇതിലുള്ള രാജ്യങ്ങൾക്കിടയിൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാനോ യാതൊരു തടസ്സവുമില്ല. ഇവരിൽ 20 രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഒരൊറ്റ കറൻസിയാണ്, നമ്മുടെ യൂറോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ യൂറോപ്യൻ യൂണിയൻ. ഇനി നമ്മുടെ കഥാനായകനായ ഐസ്ലൻഡിലേക്ക് വരാം. വെറും 4 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ദ്വീപ് രാജ്യമാണ് ഐസ്ലൻഡ് എന്ന് പറയുന്നത്. നേറ്റോയിൽ അംഗമാണെങ്കിലും ഇവർക്ക് സ്വന്തമായിട്ടൊരു മിലിറ്ററി പോലുമില്ല. 2009-ൽ ലോകത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് ഐസ്ലൻഡ് EUവിൽ ചേരാൻ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ 2013-ൽ അവർ ആ അപേക്ഷ വേണ്ട എന്ന് വെച്ചു. കാരണം മറ്റൊന്നുമല്ല, ഐസ്ലൻഡിന്റെ പ്രധാന വരുമാന മാർഗം മീൻപിടുത്തമാണ്. യൂറോപ്യൻ യൂണിയനിൽ ചേർന്നാൽ അവരുടെ കോമൺ ഫിഷറീസ് പോളിസി അനുസരിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഐസ്ലൻഡിന്റെ കടലിൽ വന്ന് മീൻ പിടിക്കേണ്ടി വരും. അത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് ഐസ്ലൻഡ് ഇത്രയും കാലം മാറി നിന്നത്. എന്നാൽ ഇപ്പോൾ 2026-ൽ കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഡൊണാൾഡ് ട്രംപ് ഇഫക്റ്റ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ ട്രംപ് ഭരണം ഏറ്റെടുത്തതോടെ ലോകവ്യാപകമായി കനത്ത താരിഫുകൾ, വമ്പൻ നികുതികളാണ് പ്രഖ്യാപിച്ചത്. ഐസ്ലൻഡിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയായിരുന്നു. സാമ്പത്തികമായി സുരക്ഷിതമാകണമെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ വലിയ മാർക്കറ്റിന്റെ ഭാഗമായേ തീരുവെന്ന് ഐസ്ലൻഡ് തിരിച്ചറിഞ്ഞു തുടങ്ങി. അതാണ് ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അത് സുരക്ഷയാണ്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ആർട്ടിക് മേഖലയിലാണ് ഐസ്ലൻഡ് കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ദാവോസിൽ വെച്ച് ട്രംപ് ഒരു വിവാദ പ്രസ്താവന നടത്തി. ഐസ്ലൻഡിന്റെ തൊട്ടടുത്തുള്ള വലിയ ദ്വീപായ ഗ്രീൻലൻഡ് സംരക്ഷിക്കാൻ അമേരിക്കയ്ക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല എന്നും അവിടുത്തെ സുരക്ഷാ ചുമതല അമേരിക്ക ഏറ്റെടുക്കാൻ പോവുകയാണെന്നുമായിരുന്നു അത്. ഇത് കേട്ടതോടെ ഐസ്ലൻഡിന് ഭയമായിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ തൊട്ടടുത്ത് വന്ന ആധിപത്യം സ്ഥാപിക്കാനും തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാനും സാധ്യതയുണ്ട് എന്ന് അവർ ഭയപ്പെടുന്നു. സ്വന്തമായി സൈന്യമില്ലാത്ത ഐസ്ലൻഡിന് ട്രംപിന്റെ ഇത്തരം പ്രവചനാതീതമായ നീക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യൂറോപ്യൻ യൂണിയന്റെ രാഷ്ട്രീയ തണൽ കൂടിയേ തീരുവെന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതിന്റെ ഭാഗമായിട്ടാണ് വരാൻ പോകുന്ന ഓഗസ്റ്റ് 29-ന് ഐസ്ലൻഡ് ജനത പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്.
യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചകൾ ഞങ്ങൾ പുനരാരംഭിക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യം. റെഫറൻഡത്തിൽ ജനങ്ങൾ യെസ് എന്ന് വോട്ട് ചെയ്താൽ ഈ വർഷം അവസാനത്തോടെ തന്നെ ചർച്ചകൾ തുടങ്ങും. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഐസ്ലൻഡിന്റെ വിദേശകാര്യമന്ത്രി തോർഗെർദൂർ കാറ്ററിൻ കഴിഞ്ഞ ദിവസം ഭയം രേഖപ്പെടുത്തിയത് ഇതൊരു ബ്രെക്സിറ്റ് മൊമെന്റ് ആകുമോ എന്നാണ്. അതായത് രാജ്യം സാമ്പത്തികമായി രക്ഷപ്പെടാൻ യുയിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ മീൻപിടുത്ത മേഖലയെ തകർക്കുമോ എന്ന് പേടിച്ച് ഇതിനെതിരെ വോട്ട് ചെയ്യുമോ എന്ന ആശങ്ക സർക്കാരിനുമുണ്ട്. നിലവിലെ സർവേകൾ പ്രകാരം ജനങ്ങൾ പകുതി അനുകൂലമായും പകുതി പ്രതികൂലമായിട്ടാണ് പ്രതികരിച്ചത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെ കടുത്ത നിലപാടുകളും ട്രംപിന്റെ പ്രവചനാതീതമായ രാഷ്ട്രീയ നീക്കങ്ങളും കാരണം ഒരു രാജ്യം തങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള വിദേശ നയം തിരുത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഓഗസ്റ്റ് 29-ന് ഐസ്ലൻഡ് എടുക്കുന്ന തീരുമാനം യൂറോപ്പിന്റെയും ആർട്ടിക് മേഖലയുടെയും ഭൂമിശാസ്ത്ര രാഷ്ട്രീയത്തെ പാടെ മാറ്റിമറിക്കുമെന്നതിൽ സംശയമില്ല. ഒരു ഭാഗത്ത് വൈറ്റ് ഹൌസിലിരുന്ന് ഡൊണാൾഡ് ട്രംപും സംഘവും ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നു. മറുഭാഗത്ത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് ഒരു വമ്പൻ മിസൈൽ നേരിട്ട് വന്ന് പതിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്രയും കനത്ത എയർ ഡിഫൻസ് ഉള്ള ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തേക്ക് തുളച്ചു കയറാൻ ഇറാന് എങ്ങനെ സാധിച്ചുവെന്ന്. അവിടെയാണ് കഥയിലെ വില്ലനായ ഖൈബർ ഷെഖാൻ എന്ന മാരക മിസൈലിന്റെ എൻട്രി. പക്ഷെ കഥ അവിടെയും തീരുന്നില്ല. ഇസ്രായേലിന്റെ മാത്രമല്ല ഇറാൻ ലക്ഷ്യം വെച്ചത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ എന്ന അമേരിക്ക അഹങ്കരിക്കുന്ന ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കഴിവുള്ള കോടികൾ വിലമതിക്കുന്ന F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന് നേരെയും ആകാശത്തെ അദൃശ്യനായ വേട്ടക്കാരൻ എന്ന് വിളിക്കുന്ന MQ-9 റീപ്പർ ഡ്രോണിന് നേരെയും ഇറാൻ തങ്ങളുടെ മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുകയാണ്. റഡാറിൽ പോലും പെടാത്ത അമേരിക്കയുടെ F-35 വിമാനത്തെ ലോക്ക് ചെയ്യാൻ ഇറാന് എങ്ങനെ സാധിച്ചു? ഒരേ സമയം അമേരിക്കൻ ആകാശപ്പടയെയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഒരേപോലെ വിറപ്പിച്ച ആ സർപ്രൈസ് നീക്കത്തിന് പിന്നിൽ എന്താണ്? ഒരു വേൾഡ് വാറിന്റെ വക്കിലേക്ക് മിഡിൽ ഈസ്റ്റിനെ എത്തിച്ചിരിക്കുന്ന ഈ ചോരക്കളിക്ക് പിന്നിലെ യഥാർത്ഥ സത്യങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. ഈ ഒരു യുദ്ധത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഫെബ്രുവരി അവസാനം മുതൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കൃത്യമായ ഓർഡറിലൊന്ന് കാണണം. ആദ്യം ഫെബ്രുവരി 28, 2026 CIA നൽകിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വ്യോമസേന ടെഹ്റാനിലെ ഖമേനിയുടെ വസതിക്ക് നേരെ പകൽ വെളിച്ചത്തിൽ വമ്പൻ ആക്രമണം നടത്തുന്നു. മാർച്ച് 1, 2026 ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട വാർത്ത ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് ഇറാന്റെ മോചനത്തിനുള്ള അവസരമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഇനി മാർച്ച് 2, 2026 നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ആക്രമണം. ഖമേനിയുടെ ചോര ഉണങ്ങും മുൻപ് ഇറാൻ തിരിച്ചടിക്കുന്നു. ഇറാന്റെ ഖൈബർ ഷെഖാൻ എന്ന മിസൈലുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസിനും ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡറുടെ ഹെഡ്ക്വാർട്ടേഴ്സിനും നേരെ പായുന്നു. ഇനി മാർച്ച് ആദ്യവാരം സംഭവിച്ചത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ 2 കപ്പലുകൾ ഇറാൻ ആക്രമിക്കുന്നു. ഈ ആകാശ യുദ്ധത്തിലാണ് അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണും F-35 യുദ്ധവിമാനവും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ പെട്ടുപോകുന്നത്. ഇനി മാർച്ച് 19, 2026 ഇറാന്റെ വ്യോമാതിർത്തിയിൽ പറക്കുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക F-35A ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനത്തിന് ഇറാന്റെ ഗ്രൗണ്ട് ഫയറിംഗിൽ കടുത്ത കേടുപാടുകൾ സംഭവിക്കുന്നു. കൂടാതെ മാർച്ച് ആദ്യവാരങ്ങളിൽ തന്നെ അമേരിക്കയുടെ നിരവധി MQ-9 റീപ്പർ ഡ്രോണുകൾ ഇറാൻ വെടിവെച്ചിട്ടു. ഇനി ഏപ്രിൽ 3 മുതൽ 5 വരെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഏപ്രിൽ 3-ന് അമേരിക്കയുടെ വമ്പൻ റീഫ്യൂവലിംഗ് വിമാനമായ KC-135 ഇറാഖിൽ തകർന്നു വീണ് 6 US സൈനികർ കൊല്ലപ്പെടുന്നു. ഏപ്രിൽ 5-ന് യുഎസിന്റെ മറ്റൊരു പ്രശസ്ത യുദ്ധവിമാനമായ F-15E സ്ട്രൈക്ക് ഈഗിൾ ഇറാൻ വെടിവെച്ചിടുന്നു. ഏപ്രിൽ പകുതിയോടെ അമേരിക്കയ്ക്ക് 24-ലധികം ഡ്രോണുകളാണ് നഷ്ടപ്പെടുന്നത്. മെയ്, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മാസത്തിലേക്ക് എത്തിയപ്പോൾ ദോഹയിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും മെയ് 26-ലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള പുതിയ ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തെ ആക്രമിച്ചതോടെ അവരെ പൂർണ്ണമായിട്ട് തകർക്കുമെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചു. ഇനി ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെക്കുറിച്ച് പറയാം. ഖൈബർ ഷെഖാൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു യുദ്ധവീരന്റെ ഭാവമുണ്ടല്ലേ. ഇസ്ലാമിക ചരിത്രത്തിലെ ഖൈബർ കോട്ട പിടിച്ചെടുത്തതുമായി ബന്ധപ്പെടുത്തിയാണ് ഇറാൻ ഇതിന് ഈ പേരിട്ടിരിക്കുന്നത്. ഇത് ഇറാന്റെ 3ാം തലമുറയിൽപ്പെട്ട ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ റേഞ്ച് ഒന്ന് നോക്കുക, അതായത് ദൂരം. ഇതിന് ഏകദേശം 1450 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ശത്രുക്കളെ തകർക്കാൻ കഴിയും. അതായത് ഇറാനിൽ നിന്നും തൊടുത്താൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേം മാത്രമല്ല സൗദി അറേബ്യയുടെ റിയാദും UAEയുടെ അബുദാബിയും വരെ ഇതിന്റെ പരിധിയിൽ വരും. അടുത്തത് സ്പീഡ് ആൻഡ് മൊബിലിറ്റി ആണ്.
ഖര ഇന്ധനം, അതായത് സോളിഡ് പ്രൊപ്പലന്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, ഹൈ സ്പീഡിൽ വരുന്നത് കൊണ്ട് ശത്രുക്കളുടെ റേഡാറുകളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇതിന് സാധിക്കും. ഇനി മാന്യൂവറബിലിറ്റി. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന ശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുന്ന അവസാന ഘട്ടത്തിൽ ഇതിന്റെ ദിശ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോം അല്ലെങ്കിൽ ആരോ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് ഇതിനെ തടയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡറുടെ ഹെഡ്ക്വാർട്ടേഴ്സും ലക്ഷ്യമാക്കിയിട്ടാണ് ഖൈബർ ഷെക്കാൻ മിസൈലുകൾ പാഞ്ഞടുത്തത്. ക്രിമിനലായ സൈനിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ തകർത്തു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF ഈ വമ്പൻ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങൾക്ക് പകരമായിട്ടാണ് ഇറാൻ ഈ സർപ്രൈസ് അറ്റാക്ക് പ്ലാൻ ചെയ്തത്. കഥ ഇവിടെയും തീരുന്നില്ല. കടലിലും ആകാശത്തും അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കയുടെ 2 കപ്പലുകൾ ഇറാൻ മുക്കിയതായിട്ട് US ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി അമേരിക്കൻ വ്യോമസേന ഇറാനിലെ ബന്ദർ അബ്ബാസിലുള്ള മിസൈൽ ലോഞ്ചറുകൾ ബോംബിട്ട് തകർത്തു. ഇതിനിടയിലാണ് ഇറാന്റെ വമ്പൻ അവകാശവാദം വരുന്നത്. തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോൺ അവർ വെടിവെച്ചിട്ടു. ഇതിന്റെ അവശിഷ്ടങ്ങളുടെ വീഡിയോയും ഇറാൻ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, അമേരിക്കയുടെ കോടികൾ വിലമതിക്കുന്ന റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ കഴിവുള്ള F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന് നേരെയും തങ്ങൾ മിസൈൽ തൊടുത്തു എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഗ്ചി അവകാശപ്പെടുന്നത്. US കോൺഗ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ യുദ്ധത്തിൽ ഇതിനകം തന്നെ അമേരിക്കയുടെ 24-ലധികം MQ-9 ഡ്രോണുകളും ഒരു F-35 വിമാനവും തകർന്നിട്ടുണ്ട്. ഇത് പെന്റഗണിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയൊക്കെ യുദ്ധം നടക്കുമ്പോഴും രസകരമായ ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിൽ ദോഹയിൽ വെച്ച് ചർച്ചകൾ തുടരുന്നുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ ഒപ്പുവെക്കാനും ഹോർമുസ് കടലിടുക്ക് വഴി ഓയിൽ കപ്പലുകൾക്ക് പോകാൻ അനുവാദം നൽകാനും ഏകദേശം ധാരണയായിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെയും ആണവ പദ്ധതികളെയും ചൊല്ലി തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ചർച്ചകൾ പൊളിയാം എന്നൊരു വശം കൂടിയുണ്ട്. ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളും നീങ്ങാം. ഭൂമിയിലെ തല്ലും ബഹളവും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടു കേട്ടു. എന്നാൽ ഇപ്പോൾ ശരിക്കുമുള്ള തല്ല് നടക്കാൻ പോകുന്നത് ഭൂമിയിലല്ല, നമ്മുടെ ചന്ദ്രനിലാണ്. അതെ, ചന്ദ്രനെ ആര് ഭരിക്കും എന്നതിനെ ചൊല്ലി ലോകത്തെ 2 വൻ ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്പേസ് വാർ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ബഹിരാകാശ രംഗത്ത് സംഭവിച്ച കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും ഞെട്ടും. 2026 മെയ് 24-ന് ചൈന തങ്ങളുടെ 3 ആസ്ട്രോനോട്ട്സുമായിട്ട് ഷെൻസോ 23 പേടകം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ചൈനയുടെ വമ്പൻ നീക്കമായിരുന്നു അത്. എന്നാൽ ചൈന കളം പിടിക്കുന്നത് കണ്ട് അമേരിക്ക വെറുതെ ഇരുന്നില്ല. കൃത്യം 2 ദിവസത്തിന് ശേഷം, അതായത് 2026 മെയ് 26-ന് നാസ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, ലൂണ സൗത്ത് പോൾ എന്ന് പറയും, ഇവിടെ മനുഷ്യന് സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്ന മൂൺ ബേസ് അഥവാ ചന്ദ്രനിലെ 1ാം ഘട്ട കോളനിയുടെ നിർമ്മാണം അവർ ഔദ്യോഗികമായി ആരംഭിച്ചു കഴിഞ്ഞു. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിനും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും ചേർന്നാണ് ചന്ദ്രനിൽ ഈ വമ്പൻ സാമ്രാജ്യം പണിയുന്നത്. എന്താണ് ഈ സ്പേസ് വാറിന് പിന്നിലെ രഹസ്യം? നാസയുടെ പ്ലാൻ എന്താണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചൈനയുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മെയ് 24-ന് ചൈന തങ്ങളുടെ ലോങ് മാർച്ച് 2F റോക്കറ്റ് ഉപയോഗിച്ച് 3 ബഹിരാകാശ ഗവേഷകരെ തിയാങ്ങോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു ഹോങ്കോങ് സ്വദേശിനി 43 വയസ്സുകാരിയായ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥ ലായ് കായിങ് ഈ മിഷന്റെ ഭാഗമായിട്ടുണ്ട്. അതിലുപരി ഇതിലെ ഒരു ആസ്ട്രോനോട്ട് തുടർച്ചയായി 1 വർഷം മുഴുവൻ ബഹിരാകാശത്ത് കഴിഞ്ഞ് മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കാൻ പോവുകയാണ്. എന്തിനാണ് ചൈന ഈ ഒരു കടുങ്കൈ ചെയ്തത് എന്ന് നോക്കണ്ടേ? കാരണം മറ്റൊന്നുമല്ല, 2030ഓടെ ചന്ദ്രനിൽ തങ്ങളുടെ ആസ്ട്രോനോട്ടുകളെ ഇറക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള കൃത്യമായ ഹോംവർക്കാണ് ഈ ഒരു ഷെൻസോ 23 മിഷൻ എന്ന് പറയുന്നത്. ഇനി ചൈനയുടെ ഈ ഒരു വേഗത കണ്ടിട്ടാണ് നാസ ഇപ്പോൾ തങ്ങളുടെ മൂൺ ബേസ് പദ്ധതികൾ പെട്ടെന്ന് പരസ്യമാക്കിയത്. യഥാർത്ഥത്തിൽ നാസയ്ക്ക് ഇതിനൊരു വലിയ ആത്മവിശ്വാസം നൽകിയത് കഴിഞ്ഞ മാസം, അതായത് 2026 ഏപ്രിലിൽ നടന്ന ആർടെമിസ് 2 ദൗത്യത്തിന്റെ വമ്പൻ വിജയമാണ്. 4 ആസ്ട്രോനോട്ട്സുമായിട്ട് ചന്ദ്രനെ വലം വെച്ച് ചരിത്രത്തിലെ ഏറ്റവും ദൂരമുള്ള ബഹിരാകാശ യാത്ര നടത്തിയാണ് ആർടെമിസ് 2 പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയത്. അതിന്റെ തിയറി വെച്ചുകൊണ്ട് നാസ അഡ്മിനിസ്ട്രേറ്റർ ജെയ്റഡ് എക്സ്മാൻ മെയ് 26-ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ആർടെമിസ് 2 വിജയകരമായി കഴിഞ്ഞു. ഇനി ചന്ദ്രനിൽ നമ്മൾ സ്ഥിരമായി ഒരു താവളം അടിക്കാൻ പോവുകയാണ്. അതിൽ നിന്നും നമ്മൾ ഇനി പിന്നോട്ടില്ല. ചന്ദ്രനിൽ നിന്നും പിന്നീട് ചൊവ്വയിലേക്ക്, മാർസിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ വലിയ പ്ലാനിന്റെ ഭാഗമാണിത്. നാസയുടെ ഈ ഒരു മൂൺ ബേസ് പ്ലാൻ വെറും ഒരു സ്വപ്നമല്ല. ഇതിനായിട്ട് ശതകോടിക്കണക്കിന് ഡോളറാണ് പ്രൈവറ്റ് കമ്പനികൾക്ക് നാസ നൽകിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് ഈ മൂൺ ബേസ് പണിയുന്നത്. ഒന്നാമത് ഫേസ് 1, അതായത് ഇപ്പോൾ തുടങ്ങിയത് 2026 അവസാനത്തോടെ 3 അൺമാൻഡ് റോബോട്ടിക് മിഷനുകൾ നാസ ചന്ദ്രനിലേക്ക് അയക്കും. ഇതിനായിട്ട് ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിക്കാണ് വമ്പൻ ലാൻഡറുകൾ പണിയാനുള്ള കരാർ നൽകിയിരിക്കുന്നത്. ചന്ദ്രനിൽ കറങ്ങി നടക്കാനുള്ള മൂൺ ബഗ്ഗികൾ പണിയുന്നത് ആസ്ട്രോ ലാബും ലൂണാർ ഔട്ട്പോസ്റ്റും ചേർന്നാണ്. കൂടാതെ ഫയർഫ്ലൈ എയറോസ്പേസ് അവിടെ ഡ്രോണുകളും എത്തിക്കും. ഇനി ഫേസ് 2 2029 മുതൽ 2030 ഒക്കെ. അങ്ങനെ ഈ ഘട്ടത്തിൽ ചന്ദ്രനിൽ ഒരു വലിയ പവർ ഗ്രിഡ് സ്ഥാപിക്കും. കപ്പലുകൾക്കും റോവറുകൾക്കും ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണിത്. ഇനി ഫേസ് 3 2030 മനുഷ്യന് സ്ഥിരമായി താമസിക്കാനുള്ള സ്പെഷ്യലൈസ്ഡ് വീടുകൾ ചന്ദ്രനിൽ റെഡിയാകും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ചാൽ നാസയുടെ ഈ മൂൺ ബേസ് 100 കണക്കിന് സ്ക്വയർ മൈലുകളിൽ പടർന്നു കിടക്കുന്ന ഒന്നായിരിക്കും. ഇതിന്റെ അതിർത്തികൾ അടയാളപ്പെടുത്താനായിട്ട് മൂൺ ഫോൾ എന്ന് പേരിട്ടിരിക്കുന്ന പ്രത്യേക ഡ്രോണുകൾ നാസ വിന്യസിക്കും. മറ്റു രാജ്യങ്ങളുടെ പേടകങ്ങൾ തങ്ങളുടെ അതിർത്തിയിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു തരം ടെറിട്ടറി മാർക്കർ ആയിരിക്കും ഇത്. ഇനി നാസയുടെ ടൈം ലൈൻ നോക്കിയാൽ തൊട്ടടുത്ത വർഷം, അതായത് 2027 പകുതിയോടെ ആർടെമിസ് 3 മിഷൻ ലോഞ്ച് ചെയ്യും. ഇതിൽ ആസ്ട്രോനോട്ടുകൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ലാൻഡറുമായിട്ട് ഡോക്കിംഗ് പരിശീലിക്കും. അതിനുശേഷം 2028 ആദ്യമായി 2 ആസ്ട്രോനോട്ട്സ് ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തും. ഈ ഹാർഡ്വെയർസ് എല്ലാം മനുഷ്യൻ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ചന്ദ്രനിൽ എത്തിക്കുക എന്നതാണ് നാസയുടെ ലക്ഷ്യം. ചുരുക്കം പറഞ്ഞാൽ ചൈന മെയ് 24 വെച്ച് വെടിക്കെട്ടിന് മെയ് 26 തന്നെ നാസ വമ്പൻ മറുപടി നൽകിയിരിക്കുകയാണ്. ചന്ദ്രൻ ഇനി വെറും ഒരു സന്ദർശന സ്ഥലമല്ല, മനുഷ്യന്റെ മറ്റൊരു താവളമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ ജനുവരിയിൽ വലിയ കൊട്ടും ബഹളവുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചൊരു വമ്പൻ അന്താരാഷ്ട്ര സഖ്യമുണ്ട്, ബോർഡ് ഓഫ് പീസ്, സമാധാന സമിതി. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗാസയെ മുഴുവനായിട്ട് പുനർനിർമ്മിക്കുക എന്നതായിരുന്നു ഈ ഒരു സമിതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗാസയിൽ എയർപോർട്ടും ആഡംബര ടവറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റികളും ഒക്കെ പണിയുമെന്നായിരുന്നു ട്രംപിന്റെ മരുമകൻ ജേറഡ് കുഷ്ണറുടെ വമ്പൻ പരസ്യങ്ങൾ. ലോക നേതാക്കളിൽ നിന്നും $1 ബില്യൺ വാങ്ങി ലൈഫ് ടൈം മെമ്പർഷിപ്പ് വരെ ട്രംപ് ഇതിൽ കൊടുത്തിരുന്നു. എന്നാൽ ഈ മെയ് 26, 27 തീയതികളിൽ പുറത്തു വന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഈ വമ്പൻ പ്രഖ്യാപനം നടന്ന് 4 മാസം പിന്നിടുമ്പോൾ ഗാസ പുനർനിർമ്മാണത്തിനായിട്ട് ലോക ബാങ്ക് വഴി തുടങ്ങിയ ഒഫീഷ്യൽ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു എന്നറിയാമോ? $0. അതെ, കൃത്യം 0 രൂപ. ലോകരാജ്യങ്ങൾ പ്രഖ്യാപിച്ച കോടിക്കണക്കിന് ഡോളർ എവിടെ പോയി? ട്രംപ് തുടങ്ങിയ ഈ ബോർഡ് ഓഫ് പീസ് ഇപ്പോൾ എങ്ങനെ ഒരു വമ്പൻ സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ ചെന്നുപെട്ടു? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. കാര്യം വളരെ സീരിയസ് ആണ്. ഈ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചപ്പോൾ യുഎസും മറ്റ് അറബ് രാജ്യങ്ങളും ചേർന്ന് മൊത്തം $17 ബില്യൺ, ഏകദേശം 1.4 ലക്ഷം കോടി രൂപ ഗാസയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ $10 ബില്യൺ അമേരിക്കയും $7 ബില്യൺ ഗൾഫ് രാജ്യങ്ങളുമാണ് നൽകേണ്ടിയിരുന്നത്. യുഎന്നിന്റെ അംഗീകാരത്തോടെ വേൾഡ് ബാങ്ക് ഇതിനായിട്ട് ഒരു പ്രത്യേക ഫണ്ടും തയ്യാറാക്കി കൊടുത്തിരുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ ഒഫീഷ്യൽ ഫണ്ടിലേക്ക് $1 പോലും വന്നിട്ടില്ല. പകരം ട്രംപും സംഘവും ചെയ്തത് എന്താണ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ പ്രമുഖ സ്വകാര്യ ബാങ്ക് ആയിട്ടുള്ള JP മോർഗനിൽ ബോർഡിന്റെ പേരിൽ ഒരു സ്വന്തം അക്കൗണ്ട് അങ്ങ് തുടങ്ങി. വലിപ്പച്ചെറുപ്പമില്ലാതെ പണം മുഴുവൻ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു JP മോർഗൻ അക്കൗണ്ടിലേക്കാണ് വാങ്ങുന്നത്. ഇതിന്റെ കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ ലോക ബാങ്കിന്റെ ഫണ്ട് ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗും സുതാര്യതയും ഉണ്ടാകും. പണം എങ്ങോട്ട് പോകുന്നു എന്ന് ലോകം അറിയും. എന്നാൽ ട്രംപിന്റെ നിയന്ത്രണത്തിലുള്ള പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ആകുമ്പോൾ പണത്തിന്റെ കണക്ക് ആരോടും പറയേണ്ട ബാധ്യത ബോർഡിനില്ല. ഇതാണ് ഇപ്പോൾ വലിയ നിയമ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അറബ് രാജ്യങ്ങൾ ആരും പണം കൊടുത്തില്ലേ എന്ന്. കൊടുത്തിട്ടുണ്ട്, പക്ഷേ കടലിൽ കായം കലക്കിയതുപോലെ മാത്രമാണിത്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് ആകെ $70 ബില്യൺ വേണമെന്നാണ് കണക്ക്. അതിൽ $7 ബില്യൺ തരാമെന്ന് പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഇതുവരെ കിട്ടിയത് വെറും $123 മില്യൺ മാത്രമാണ്. അതായത് പറഞ്ഞ പണത്തിന്റെ വെറും 1.75% മാത്രം. ഇനി ഇതിൽ മൊറോക്കോ നൽകിയ $20 മില്യൺ, UAE നൽകിയ $3 മില്യൺ ഉപയോഗിക്കുന്നത് ഗാസയ്ക്ക് പുറത്തിരുന്ന് ഭരിക്കുന്ന ഒരു പലസ്തീൻ കമ്മിറ്റിയുടെ ശമ്പളത്തിനും ഓഫീസിലെ കസേരയും മേശയും വാങ്ങാനുമായിരുന്നു. UAE ഗാസയിലെ പുതിയ പോലീസ് ഫോഴ്സിനെ ട്രെയിൻ ചെയ്യാൻ മറ്റൊരു $100 മില്യൺ നൽകിയിട്ടുണ്ടെങ്കിലും ആ പണം ഇപ്പോൾ ബാങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അതുപോലെ അമേരിക്ക നൽകാമെന്ന് പറഞ്ഞ $10 ബില്യൺ നിന്നും $1 പോലും ഇതുവരെ ഈ ബോർഡിന് കൈമാറിയിട്ടില്ല. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $1.2 ബില്യൺ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും അത് ട്രംപിന്റെ ബോർഡിന് നേരിട്ട് കൊടുക്കില്ല എന്ന് US കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ഇങ്ങനെ പരാജയപ്പെടുന്നത് എന്നുള്ള ചോദ്യം വരാം. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ജയന്റ് പ്ലാനുകൾക്കല്ലാതെ സിസ്റ്റമില്ല. ഗാസയിലേക്ക് സാധനങ്ങളും സേവനങ്ങളും എങ്ങനെ എത്തിക്കണം എന്നതിനെ കുറിച്ച് ഈ ബോർഡിന് ഒരു ഐഡിയയുമില്ല. പലസ്തീനിയൻ സ്കോളർ ഡോക്ടർ ബിഷാറ ബെഹ്ബ പറഞ്ഞത്, ഈ കമ്മിറ്റി ഗാസയിൽ ചെന്ന് ഇറങ്ങിയാൽ ജനങ്ങൾ സഹായത്തിനായിട്ട് ഇരച്ചെത്തും, എന്നാൽ ഇവർക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇനി രണ്ടാമതായിട്ട് ഹമാസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ട്രംപിന്റെ പ്ലാൻ അനുസരിച്ച് ഹമാസ് പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങുകയും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും വേണമായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇതിലൊന്നും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഹമാസ് എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റി പേടിച്ച് ഒരു കമ്പനിയും അവിടെ പണി തുടങ്ങാൻ കരാർ എടുക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് UN-ഉമായിട്ടുള്ള മത്സരമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ട്രംപ് UN-നെ തകർക്കാൻ വേണ്ടിയാണ് ഈ ഒരു പുതിയ സമിതി ഉണ്ടാക്കിയത് എന്നാണ്. അതുകൊണ്ട് തന്നെ പണം മുടക്കാൻ പലർക്കും മടിയാണ്. ചുരുക്കം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ആനിമേഷൻ മോഡലുകൾ കാണിച്ച് ഗാസയെ സിംഗപ്പൂർ ആക്കുമെന്ന് പറഞ്ഞ ട്രംപിന്റെ പ്രൊജക്ട് ഇപ്പോൾ വലിയൊരു ഫണ്ട് പ്രതിസന്ധിയിലാണ്. ഒഫീഷ്യൽ അക്കൗണ്ടിൽ 0 ബാലൻസ് വെച്ചുകൊണ്ട് ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളെ ട്രംപ് വീണ്ടും പറ്റിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ഉയർത്തുന്നത്. ലോകത്തെ വൻശക്തികൾ തമ്മിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വളരെ പോസിറ്റീവായിട്ട് വേണം നമ്മൾ കാണാൻ. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലാണ് സമാധാനത്തിനായുള്ള ചർച്ചകളും പുതിയ നയതന്ത്ര കൂട്ടായ്മകളും ശക്തമാകുന്നത്. സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ രംഗത്തും ചന്ദ്രനിൽ മനുഷ്യർ താവളമടിക്കാൻ പോകുന്നത് പോലെയുള്ള വമ്പൻ മുന്നേറ്റങ്ങൾക്ക് ഈ മത്സരങ്ങൾ കാരണമാകുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ മുൻപന്തിയിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതും നാം അഭിമാനിക്കേണ്ട ഒന്നാണ്. കൂടുതൽ സുരക്ഷിതമായ ഒരു നാളേക്കായിട്ട് ലോകം ഒരുമിക്കുമെന്ന് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.